സിനിമയിലെ ലഹരിയും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമവും വീണ്ടും ചർച്ചയാവുകയാണ്. വിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വലിയ ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ പരാതി പറഞ്ഞ തൊട്ടു പിന്നാലെ ഇപ്പോൾ വിൻസി ആ പരാതിയിലുള്ള പേരും നടൻ്റെ പേരും ആ പരാതിയുടെ പേരും ആ സിനിമയുടെ കാര്യങ്ങളും ഒക്കെ പുറത്തു വിട്ടവർക്കെതിരെയാണ് ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. ഇത് നിലനിൽപ്പിനെ പറ്റിയുള്ള ഒരു ഭയം കൊണ്ടല്ലേ വിൻസി ഈ പരാതി വെളിയിൽ കൊണ്ടുപോകുന്നവർക്കെതിരെ ഇപ്പോൾ പറയുന്നത്? തീർച്ചയായിട്ടും പെട്ടെന്ന് കളം മാറിയ ഒരു രീതിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വിൻസി ആരെയോ ഭയക്കുന്നുണ്ട്. ഇപ്പോൾ പറയുന്ന അയാൾ ലഹരി ഉപയോഗം നിർത്തിയാൽ അയാൾക്കൊപ്പം വീണ്ടും അഭിനയിക്കാൻ തയ്യാറാണെന്ന്. ഇതുപോലെ അല്ലായിരുന്നല്ലോ കുറച്ച് മുന്നേ പറഞ്ഞത്. അയാൾ മാറിയെന്ന് ബോധ്യപ്പെട്ടാൽ വീണ്ടും ഒരുമിച്ച് അഭിനയിക്കും, ഒരാൾ കാരണം സിനിമയിൽ നിന്ന് മാറില്ല എന്നാണ് വിൻസി പറഞ്ഞിരിക്കുന്നത്. സിനിമ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്നായിരുന്നു വിൻസിയുടെ പരാതി. നടൻ്റെ പേര് പുറത്തുവിടാത്തത് വരാനിരിക്കുന്ന സിനിമയെ ബാധിക്കരുതെന്ന് കരുതിയാണെന്നാണ് ഇപ്പോൾ നടി വിൻസി അലോഷ്യസ് പറയുന്നത്. അതായത് ഒരാൾ കാരണം സിനിമയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നാണ് ഇപ്പോൾ അത് ന്യായീകരണമായി പറയുന്നത്. പക്ഷേ പ്രിയൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഇത് തന്നെയാണ്. കാരണം ഇവർ ആരെയോ ഭയക്കുന്നുണ്ട്. കാരണം ഇനി അങ്ങോട്ട് ഇവരുടെ ഭാവി സുരക്ഷിതമാകുമോ, സിനിമയിൽ അവസരം ലഭിക്കുമോ എന്നുള്ള പേടിയായിരിക്കാം ഇവരെ കൊണ്ട് ഇത് മാറ്റി പറയിപ്പിക്കുന്നതിന് കാരണം. അതായത് ആ വ്യക്തിയിൽ മാറ്റമുണ്ടായി എന്ന് ബോധ്യപ്പെട്ടാൽ വീണ്ടും ഒരുമിച്ച് അഭിനയിക്കുന്നതിൽ പ്രശ്നമില്ലെന്നാണ് വിൻസി ഇപ്പോൾ പറയുന്നത്. ഇൻറ്റേർണൽ കമ്മിറ്റി രൂപീകരിച്ചാലേ സിനിമകൾക്ക് ഷൂട്ടിംഗ് തുടങ്ങാൻ അനുമതി ലഭിക്കൂ. അപ്പോൾ ഇൻറ്റേർണൽ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് പറയുന്നു. മന്ത്രി അടക്കം ഇടപെടുന്നു വിഷയത്തിൽ. സമൂഹ മാധ്യമങ്ങളിലൂടെ മലയാളികൾ എല്ലാം തന്നെ ഈ വാർത്തകൾ അറിഞ്ഞു. ഈ സജി നന്ദിയാട്ട്, സജിത മഠത്തിൽ, റാണി തുടങ്ങിയവരാണ് പരാതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. എങ്കിലേ അവർക്ക് നടപടിയെടുക്കാൻ കഴിയൂ എന്നാണ് അവർ പറയുന്നത്. കാരണം അവർക്ക് പോലും ഇത്തരത്തിൽ എന്തിനെയൊക്കെ ഭയക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തോന്നുന്നില്ല ഇതൊരു നടിയുടെ ദയനീയാവസ്ഥയാണെന്ന്? തീർച്ചയായും ദയനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിന് അൽപ്പുറം താഴാൻ ഇവർക്ക് കഴിയില്ല. കാരണം ഒരു പരാതിയുമായി വന്നിട്ട് പിന്നീട് അയാൾ ലഹരി ഉപയോഗം നടത്തിയാൽ ഞാൻ അഭിനയിക്കും എന്നൊക്കെ പറയുമ്പോൾ അത്രയും ദയനീയ അവസ്ഥയിൽ കൂടി നഷ്ടപ്പെട്ട സിനിമയിൽ നിന്ന് പുറത്താവുന്നുള്ള പേടിയാണ്. ഉറപ്പായിട്ടും അത് തന്നെയാണ്. അപ്പം ഇയാളെ വെച്ചെടുക്കുന്ന കുറേ സിനിമകൾ ഉണ്ടാകാം, പകുതിയിലെത്തി നിൽക്കുന്നതും റിലീസിനൊരുങ്ങി നിൽക്കുന്നതും ആയ സിനിമകൾ. ഒരാൾ കാരണം ആ സിനിമയെ ബാധിക്കുന്നത് ന്യായമല്ലെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ. ഷൈൻ ടോം ചാക്കോ ഏത് സ്ഥലത്ത് വന്നാലും, ഒരു ചാനൽ ഇൻ്റർവ്യൂവിന് വന്നാലും, യൂട്യൂബ് ഇൻ്റർവ്യൂവിനൊക്കെ വന്നാലും അയാൾ കാണിക്കുന്ന പേക്കൂത്തുകളെല്ലാം നമ്മൾ കാണുന്നതാണ്. കാരണം അയാൾ ഒരു ഗുണ്ടാ സെറ്റപ്പിലാണ് വരുന്നതും സംസാരിക്കുന്നതും. അതിരുവിട്ട സംസാരം. ഒരാളോട് എങ്ങനെ ബഹുമാനത്തോടെ പെരുമാറണമെന്ന് അറിയില്ല. പലപ്പോഴും ഈ വനിതാ യൂട്യൂബർമാർ ഇരുന്ന് വിയർക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഇയാൾ എന്തൊക്കെയാണ് ഇത്രയും ഇങ്ങനെ തറയായി സംസാരിക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അയാളുടെ ആ ഒരു മാർക്കറ്റ്, അല്ലെങ്കിൽ അയാൾക്ക് സിനിമയിൽ ഈ സമയത്തുണ്ടാകുന്ന ഒരു റീച്ച്, അതാണ് നിർമ്മാതാക്കൾ ഒരുപക്ഷെ അയാളെ വീണ്ടും ഈ ഗതികെട്ട് അയാളെ കൊണ്ട് അഭിനയിപ്പിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും ഒരു കേസല്ല, നിരവധി കേസുകൾ. അതെ, ഒരു ലഹരി പാർട്ടി നടത്തിയെന്നോ ഒരു ഫ്ലാറ്റിൽ വെച്ച് പിടിച്ചു തുടങ്ങി ഒരുപാട് കേസുകളിൽ അഭിനയിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ കൊച്ചിയിൽ ഇതുപോലെ ലഹരി പാർട്ടി അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് പിടിയിലായി. അങ്ങനെയാണ് ഈ നടനെ തന്നെ അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ പല സിനിമകളിലും ഇയാൾ ഗുണ്ടാ സെറ്റപ്പും അങ്ങനെയൊക്കെയുള്ള നടനായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനിടയ്ക്ക് ഇയാൾ ഇടയ്ക്ക് വെച്ചൊരു പെൺകുട്ടിയായി വിവാഹമൊക്കെ ഉറപ്പിച്ചതാണ്. പക്ഷേ അതും പകുതിക്ക് വെച്ച് തനിക്കൊരിക്കലും ഒരു കുടുംബജീവിതം ഒന്നും പറ്റില്ലെന്ന് ഇയാൾ തന്നെ തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായി. അയാളുടെ വ്യക്തിത്വത്തെ തന്നെ സ്വന്തമായി അയാൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് അയാൾ പോവുകയാണ്. ഇങ്ങനെയുള്ളവരെയൊക്കെ മലയാള സിനിമയിൽ വെച്ച് പൊറപ്പിക്കണമെന്നുള്ളത് മലയാള സിനിമാ ലോകം ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടത് തന്നെയാണ്. കാരണം നിർമ്മാതാക്കൾക്ക് തലവേദന ഉണ്ടാക്കുന്നു, കൂടെ അഭിനയിക്കുന്നവർക്ക് തലവേദന ഉണ്ടാക്കുന്നു, സിനിമാ സെറ്റിലേക്ക് ലഹരിയെ കൊണ്ടുവരുന്നു. ഇതൊക്കെ ഒരു നല്ല ഇതായിട്ട് പ്രിയന് തോന്നുന്നുണ്ടോ? ഇല്ല, അത് നല്ല കീഴ്വഴക്കമല്ല ഒരിക്കലും. കാരണം സിനിമ കല എന്ന് പറയുന്നതിനെ ലഹരിയുമായി കൂട്ടിക്കെട്ടി അല്ലെങ്കിൽ അനീതിയുമായിട്ട് കൂട്ടിക്കെട്ടി ചെയ്ത് കഴിഞ്ഞാൽ കലയുടെ ആത്യന്തിക ലക്ഷ്യം നശിക്കും. ഒരു സിനിമ എന്ന് പറയുന്നത് പലപ്പോഴും മാർഗദർശനം കൊടുക്കേണ്ട ഒരു മൂല്യവത്തായ ഒരു കലാസൃഷ്ടിയാണ്. ഒരു നോവല് പ്രകാരം സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നു. അതുപോലെ ഇല്ലെങ്കിൽ നമുക്കറിയാം, ഇന്ദുലേഖ മുതൽ, മലയാളത്തിലെ ആദ്യ നോവൽ മുതൽ, അത് സാമൂഹിക, അതിൻ്റെ അകത്തൊരു വിശദമായ ചർച്ച നടത്തുന്നുണ്ട് ആ കുടുംബാംഗങ്ങൾ തമ്മിൽ. അപ്പോൾ ചന്തുമേനൻ്റെ ഇന്ദുലേഖയ്ക്ക്. അപ്പം ഇത്തരത്തിൽ ഓരോ പുസ്തകങ്ങൾക്കും ഓരോ കലാസൃഷ്ടിക്കും കൃത്യമായിട്ടുള്ള സാമൂഹിക ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. എന്നാൽ ഈ സിനിമകൾക്കും അതേ ഉത്തരവാദിത്വം തന്നെ നൽകേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയാണ് മുൻകാലങ്ങളിൽ എല്ലാ സിനിമ വന്നിട്ടുള്ളത്. സിനിമയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം പറയാനുണ്ടാവും, അതിനൊരു നിലപാട് വെക്കാനുണ്ടാവും. നമ്മൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ പിക്ചറൊക്കെ ഇവിടെ ആഘോഷിച്ച ആൾക്കാരല്ലേ, നവോത്ഥാനം കൊണ്ടുവന്ന സിനിമയാണെന്നാണ് പറയുന്നത്. അത് വേറൊരു കാര്യമാണോ അല്ലയോ എന്നുള്ള കാര്യം. അതാണോ മൂല്യങ്ങൾ മനുഷ്യനായിട്ട് ചേരുന്നുണ്ടോ
അതോ കാലക്രമത്തിനനുസരിച്ച് പിന്നോട്ടടിക്കുന്നതാണോ എന്നൊക്കെ ജനം വിലയിരുത്തട്ടെ. പക്ഷേ ഒരു സിനിമയ്ക്ക് ഒരു ധാർമ്മികത ഉണ്ടായിരിക്കണം. ഏതൊരു കലാസൃഷ്ടിക്കും ഒരു ധാർമ്മികത ഉണ്ട്. സമൂഹത്തിനോടൊരു ഉറപ്പായിട്ടും അതിന് സമൂഹത്തോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ആ ഉത്തരവാദിത്വം നിറവേറ്റേണ്ട കലാസൃഷ്ടി, ഇല്ലെങ്കിൽ അത് നയിക്കുന്ന ആൾക്കാർ അപ്പോൾ അതിനനുസരിച്ച് മാന്യത പുലർത്തണം. തീർച്ചയായിട്ടും. അതായത് ഈ പറഞ്ഞതുപോലെ നമ്മൾ പലരും ഈ സിനിമാക്കാരെയാണ് പല യുവതലമുറ പോലും അനുകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ സിനിമ എന്ന് പറയുന്നൊരു കലാസൃഷ്ടിയാണ്. അതിൽ ഒരു സന്ദേശമുണ്ടാകണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതുവഴി എന്തെങ്കിലും കിട്ടണം. ആ രീതിയിൽ വേണം നമ്മൾ സിനിമകളെ കാണാൻ. പലപ്പോഴും സിനിമ നടന്മാരെയും സിനിമാ നടികളെയും ഒക്കെയാണ് പലരും അനുകരിച്ച് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് വരുന്ന കണ്ടൻറ്റുകൾ, അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുന്നവരുടെ ഒരു മൂല്യം, അവരുടെ സ്വഭാവ സവിശേഷതകൾ, ഇതൊക്കെ ഒരു സമൂഹത്തിൽ ഒരു വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. നമുക്കറിയാം, ഇപ്പോൾ പ്രേം നസീറിനെയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹമൊക്കെ ഒരുപാട് പേരെ സഹായിക്കുകയും ഒക്കെ, അമ്പലത്തിലേക്ക് ആനയെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സിനിമയിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ നിർമ്മാതാവിനെ വിളിച്ച് അടുത്ത സിനിമയിൽ ഫ്രീ ആയിട്ട് അഭിനയിക്കുക. ഇപ്പോൾ സുരേഷ് ഗോപി എടുത്ത് പരിശോധിച്ചാലും സുരേഷ് ഗോപി എപ്പോഴും രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയൊക്കെ അദ്ദേഹം സഹായിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും അവരുടേതായ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പലപ്പോഴും ഈ സിനിമാ താരങ്ങൾ അവർക്ക് സമൂഹത്തിലുള്ള ഒരു സ്ഥാനം, ഇതൊക്കെ തന്നെ അവരത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് സമൂഹത്തിൽ ലഭിക്കുന്നൊരു ആദരവ്, അവരുടെ ഒരു സെലിബ്രിറ്റി പരിവേഷം, ഇതൊക്കെ തന്നെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ. കാരണം അവർ സിനിമയിൽ അഭിനയിക്കുന്ന തന്നെ കുറേയേറെ പേർ തിരിച്ചറിയാനും, അല്ലെങ്കിൽ അവർക്ക് അതുവഴി കിട്ടുന്ന ആ ഒരു പ്രശസ്തി, പണം, ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ വരുന്നവരോട്, അല്ലെങ്കിൽ ഈ പ്രേക്ഷകരോട് അവർക്ക് ചില കടമകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. അത് സിനിമയിലൂടെയും അവർ നിർവഹിക്കണം. അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിലൂടെയും അത് തെളിയിക്കണം. വ്യക്തിപരമായി അവരുടേതായ ചില വ്യക്തിപരമായ കാര്യങ്ങളുണ്ടാകാം. പക്ഷേ അത് സമൂഹത്തിനെ ബാധിക്കാത്ത വിധത്തിൽ അത് കൊണ്ടുപോവുക എന്നുള്ളതാണ് പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഈ ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം, ഷൈൻ ടോം ചാക്കോ എപ്പോഴും വാർത്തകളിൽ നിറയുന്നത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവിടെ വന്ന് ഓരോ സെറ്റുകളിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ കുറേ പേർ ക്ഷമിച്ചിട്ടുണ്ടാവും. കാരണം കുറേ പേർ ഇതങ്ങ് സഹിച്ചിട്ടുണ്ടാവും. പക്ഷേ വിൻസി അലോഷ്യസിൻ പോലുള്ളവർക്ക് ഇത് സഹിക്കാൻ പറ്റാതായപ്പോഴാണ് അവർ പ്രതികരിച്ചത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇയാളുടെ സിനിമകളിലൊക്കെ എത്രയോ പേർക്ക് ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ പേടി, പിന്നീട് സിനിമകൾ ലഭിക്കാതിരിക്കുമോ, താൻ ഇൻഡസ്ട്രിയിൽ നിന്ന് പോകുമോ എന്നൊക്കെയുള്ള ഭയമാകാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നടികളെയൊക്കെ ഈ പരാതിയിൽ നിന്ന് അവരെ പിന്മാറ്റുന്നത്. പക്ഷേ ഇതിപ്പോൾ പല പരാതിയായിട്ടുണ്ട്. പക്ഷേ അമ്മയെപ്പോലുള്ള സംഘടനകളൊക്കെ ഇവർക്കെതിരെ താൽക്കാലിക നടപടി മാത്രം എടുക്കും. കണ്ണിൽ പൊടിയിടാൻ മാത്രമുള്ള ചില നടപടികൾ ഒതുക്കി തൊലിപ്പുറത്തുള്ള ചികിത്സ എന്നൊക്കെ അതിന് പറയേണ്ടി വരും. ആ രീതിയിൽ ഇവർക്ക് വീണ്ടും നീണാൾ വാഴാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങളാണ് വീണ്ടും ഇട്ടുകൊടുക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ മാറണം എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്.